നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഈ വീഡിയോയിൽ നമ്മൾ 8 കമ്പനികളിലെ തൊഴിലവസരങ്ങളാണ് സൂചിപ്പിക്കുന്നത്. അതിൽ ഒന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു അവസരം TCSലേക്കുള്ള ഒരു അവസരമാണ്. TCS കൊച്ചിയിലേക്ക് വോക്ക് ഇൻ ചെയ്ത് ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ, അതായത് അപേക്ഷ കാത്തിരിക്കൊന്നും വേണ്ട, ഡയറക്റ്റ് വോക്ക് ഇൻ ചെയ്ത് എത്താവുന്ന അവസരങ്ങൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട അവസരം സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്കുള്ള ചില അവസരങ്ങൾ. ഓർക്കുക, സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്കും ഫെഡറൽ ബാങ്കിലേക്കുമുള്ള ചില റിക്രൂട്ട്മെന്റുകൾ കഴിഞ്ഞ ദിവസം അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ മറ്റൊരു വേക്കൻസിയും കൂടി ഓപ്പൺ ആയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഫീ ഇല്ലാതെ അല്ലെ ടെസ്റ്റ് ഇല്ലാതെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ എത്താവുന്ന ചില അവസരങ്ങളാണ്. കാര്യങ്ങൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. സോഫ്റ്റ്വെയർ ജോബ് ആഗ്രഹിക്കുന്നവർക്കുള്ള ചില അവസരങ്ങൾ, അതുകൂടാതെ തിരുവനന്തപുരം ടെക്നോ പാർക്കിലും അല്ലെ കൊച്ചി സ്മാർട്ട് സിറ്റിയിലേക്കുമൊക്കെയുള്ള ചില അവസരങ്ങൾ, ടീച്ചിങ് ജോബ് ആഗ്രഹിക്കുന്നവർക്ക് 2 അവസരങ്ങൾ, ഇതൊക്കെ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കുവാൻ നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. നോക്കുക, ആദ്യത്തെ അവസരം TCSലേക്കാണ്. TCSൽ തന്നെ 2 റിക്രൂട്ട്മെന്റുകളുണ്ട്. ആദ്യത്തേത് ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂ ആണ്. അത് ഞാൻ ആദ്യം ഒന്ന് സൂചിപ്പിക്കാം. ഇവിടെ കാണുന്ന പോലെ TCS കൊച്ചി ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂ അനൗൺസ് ചെയ്തിട്ടുണ്ട്. BPS റോളുകളിലേക്കാണ്, അതായത് ബിസിനസ് പ്രോസസ് സർവീസസിലേക്കാണ് ഹയറിംഗ് നടക്കുന്നത്. ബാക്ക് ഓഫീസ് ഓപ്പറേഷൻസ്, ഡേറ്റ പ്രോസസിംഗ്, ട്രാൻസാക്ഷൻസ് എന്നുള്ളതാണ് ജോബ് റോളായിട്ട് ഇവർ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇത് ഫ്രഷേഴ്സിനും 6 മന്ത്സിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്കുമുള്ള അവസരങ്ങളാണ്. ഇതിന്റെ വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നത് 5-ാം തീയതി മാർച്ച് തേഴ്സ്ഡേ ആണ്. 8:30-ക്കും 10:30-ക്കും ഇടയ്ക്ക് വോക്ക് ഇൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്താം. TCSന്റെ കൊച്ചി ഓഫീസിലായിരിക്കും ഈ റിക്രൂട്ട്മെന്റ് നടക്കുക. നാം അറിയുന്ന പോലെ TCSന്റെ കൊച്ചി ഓഫീസ് ഇൻഫോ പാർക്കിലാണ്. ഓർക്കുക, ഈ ജോബ് ബാംഗ്ലൂർ ആയിരിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി ആർക്കായിരിക്കും ഈ വോക്ക് ഇൻ ഇന്റർവ്യൂ പങ്കെടുക്കാനായിട്ട് കഴിയുക? എലിജിബിലിറ്റി ഇതാ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് BCom, BBA അങ്ങനെയുള്ള കോഴ്സുകൾ, അല്ലെ BA അല്ലെങ്കിൽ BSc. BScയിൽ തന്നെ കമ്പ്യൂട്ടർ സയൻസ്, IT ഒഴിച്ചിട്ട് ബാക്കി ബ്രാഞ്ചുകാർ, ഇങ്ങനെയൊക്കെ ഉള്ളവർക്കായിരിക്കും അവസരങ്ങളുള്ളത്. പ്രത്യേകിച്ച് 2024-ലും 2025-ലും പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കായിരിക്കും വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാനായിട്ട് കഴിയുക. ഒരു മറ്റ് 2-3 കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്, ഡിഗ്രി ആയിരിക്കണം ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ, അതിന് മേളിൽ PG ഒക്കെ പഠിക്കുന്നവരെ അപേക്ഷിക്കേണ്ടതില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഷിഫ്റ്റിൽ വർക്ക് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. സെലക്ഷന് ഒരു ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും ഈ 5-ാം തീയതി. അത് കഴിഞ്ഞ് ഇന്റർവ്യൂവിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ നടക്കുക. ഓർക്കുക, നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസി വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണമെന്ന് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ വോക്ക് ഇൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം ഒന്ന് അപ്ലൈ ചെയ്യണം. അതിനായിട്ട് TCSന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് പോർട്ടലിൽ പോകണം. അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. ആ നെക്സ്റ്റ് സ്റ്റെപ്പ് പോർട്ടലിൽ പോയിട്ട് ആദ്യം നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്യുക. ഓൾറെഡി രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ ലോഗിൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ BPS എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേന് നിങ്ങൾക്കൊരു DT നമ്പർ അല്ലെങ്കിൽ ഒരു DT പ്രൊഫൈൽ കിട്ടും. അപ്പോൾ അതും പിന്നെ നിങ്ങളുടെ റെസ്യൂമെ, അപ്ഡേറ്റഡ് ആയിട്ടുള്ള റെസ്യൂമെ, അതേപോലെ തന്നെ ഗവൺമെൻറ് ID പ്രൂഫ്, ആധാറൊക്കെ, അതേപോലെ തന്നെ നിങ്ങളുടെ അക്കാഡമിക് ഡോക്യുമെൻറ്റ്സ്, മാർക്ക് ലിസ്റ്റ്, സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ ആയിട്ട് വേണം വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുവാനായിട്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി TCSൽ തന്നെ മറ്റൊരു വേക്കൻസിയും കൂടെയുണ്ട്. ഇത് ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ സൂചിപ്പിച്ച അവസരമാണ്. ഈ അവസരം NQT, നാഷണൽ ക്വാളിഫൈഡ് ടെസ്റ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിന് ഈ 2ാമത്തെ അവസരം വോക്ക് ഇൻ അല്ല, നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അത് 2024-ലും 2025-ലും പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കും 2026-ൽ പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്കും പങ്കെടുക്കാവുന്ന അവസരങ്ങളാണ്. ഈ 2ാമത്തെ അവസരത്തിന് ആരായിരിക്കും എലിജിബിൾ ആവുക? BTechകാർ, ME MTechകാർ, MCAക്കാർ, MSc MS-കാർക്കായിരിക്കും അവസരമുള്ളത്. പ്രത്യേകിച്ച് 2024-ലും 2025-ലും പാസ് ഔട്ട് ആയിട്ടുള്ളവർ 2026-ൽ പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്കും അവസരമുണ്ട്. ഇതിന് നിങ്ങൾക്ക് 20-ാം തീയതി മാർച്ച് വരെ അപ്ലൈ ചെയ്യാം. 10-ാം തീയതി മാർച്ച് മുതൽ ഇതിൻ്റെ ടെസ്റ്റുകൾ ആരംഭിച്ചു തുടങ്ങും. അപ്പോൾ ടെസ്റ്റ് സെൻറ്റേഴ്സ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. ഓരോ ജില്ലയിലും ടെസ്റ്റ് സെൻറ്റേഴ്സ് ഉണ്ട്, അവിടെ പോയിട്ട് വേണം ടെസ്റ്റ് എഴുതാനായിട്ട്. അവർക്ക് ഈ 2 റിക്രൂട്ട്മെൻറ്റുകളും സൗജന്യമാണ്. ആദ്യത്തെ റിക്രൂട്ട്മെൻറ്റ് കൊച്ചിയിലേക്കുള്ള വോക്ക് ഇൻ ഇൻ്റർവ്യൂ ആണ്. അതിന് എലിജിബിൾ ആകുന്നത് BA, BCom, BBA, BSc പോലെയുള്ളവർ, പ്രത്യേകിച്ച് 2024-ലും 2025-ലും പാസ് ഔട്ട് ആയിട്ടുള്ളവരാണെങ്കിൽ. 2ാമത്തെ ടെസ്റ്റിന് 2024-ലും 2025-ലും പാസ് ഔട്ട് ആയിട്ടുള്ളവർ കൂടാതെ 2026-കാർക്കും പങ്കെടുക്കാം. അവിടെ BTech, ME MTech, MSc, MS, MCAക്കാർക്കൊക്കെ ആയിരിക്കും അവസരങ്ങളുള്ളത്. അപ്പോൾ ഇതാണ് TCSലേക്ക് നടക്കുന്ന 2 റിക്രൂട്ട്മെന്റുകൾ.
അത് നോക്കുക. അടുത്ത അവസരം ഗാഡ്ജിയോൺ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൊച്ചി സ്മാർട്ട് സിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയിലേക്കാണ്. അവർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ട്രെയിനിങ് ആയിട്ട് ഫ്രഷേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. റോള് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഇന്റേൺ അല്ലെ ട്രെയിനി, ജോബ് ലൊക്കേഷൻ സ്മാർട്ട് സിറ്റി കൊച്ചി. എലിജിബിലിറ്റി ആരെയായിരിക്കും ഹയർ ചെയ്യുന്നത്? ബി ടെക് അല്ലെങ്കിൽ MCA-കാര്. ബി ടെക്കിൽ തന്നെ കമ്പ്യൂട്ടർ സയൻസ് IT കഴിഞ്ഞവര്, MCA-കാര് പ്രത്യേകിച്ച് 2025 പാസ് ഔട്ട് ആകുന്നവർക്കായിരിക്കും അവസരങ്ങളുള്ളത്. ആക്റ്റീവ് ബാക്ക്ലോഗ്സ് കാണില്ല. 70% മാർക്ക് ഡിഗ്രിക്കും 80% മാർക്ക് 10th-ലും 12th-ലും നേടിയിരിക്കണമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ജോലിയുടെ ഒരു സ്വഭാവം, അതേപോലെ നിങ്ങൾക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. എങ്ങനെയായിരിക്കും സെലക്ഷൻ നടക്കുക? ഇവരൊരു ഓൺലൈൻ ടെക്നിക്കൽ ടെസ്റ്റ് നടത്തും. അതേപോലെ തന്നെ ടെക്നിക്കൽ ഇന്റർവ്യൂവിൻ്റെ കൂടെ ബേസിസിലായിരിക്കും സെലക്ഷൻ നടക്കുക. ഓർക്കുക, 3 months പെയ്ഡ് ഇന്റേൺഷിപ്പ് ആയിരിക്കും. ആ സമയത്ത് സ്റ്റൈഫൻ ലഭ്യമാവും. എന്നിട്ട് നിങ്ങളുടെ പെർഫോമൻസ് റിവ്യൂ ചെയ്യും. ഓക്കെ ആണെങ്കിൽ 3 months കോൺട്രാക്റ്റും അതിനുശേഷമായിരിക്കും ഫുൾ ടൈം റോളിലേക്ക് എത്തുക. അപ്പം എറണാകുളത്ത് സ്മാർട്ട് സിറ്റിയിലെ ഗാഡ്ജിയൻ എന്ന് പറഞ്ഞ കമ്പനിയിലേക്കുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ട്രെയിനി ഹയറിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ആണ്. MCA-കാർക്കും BTech-കാർക്കും ആയിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. കൂടുതൽ വിവരങ്ങൾ jobsbridge.com എന്ന സൈറ്റിലുണ്ട്, അല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി അടുത്ത അവസരം അലയൻസ് ആണ്. അലയൻസ് നാം അറിയുന്നത് പോലെ വളരെ പ്രമുഖമായിട്ടുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. അവർക്ക് തിരുവനന്തപുരത്ത് phase 3-ലും 4-ലും ഒക്കെ ആയിട്ട് വലിയ പ്രവർത്തനങ്ങളുള്ള ഒരു കമ്പനിയാണ്. ആയിരക്കണക്കിന് ആൾക്കാർ തിരുവനന്തപുരത്ത് തന്നെ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് അലയൻസ് എന്നുള്ളത്. അവർ സ്ഥിരമായിട്ട് വോക്ക് ഇൻ ഇൻ്റർവ്യൂസ് ഒക്കെ അനൗൺസ് ചെയ്യാറുണ്ട്. ഇപ്പം മാർച്ച് 7-ാം തീയതി ഒരു വോക്ക് ഇൻ ഇൻ്റർവ്യൂ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിൽ വെച്ച് നടക്കുന്നുണ്ട്. അസോസിയേറ്റ് കസ്റ്റമർ സർവീസസ് ഈ ഒരു തസ്തികയിലേക്കാണ്. ഇന്റർനാഷണൽ വോയിസ് പ്രോസസ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല ലാംഗ്വേജ് സ്കിൽസ് ഉള്ളവർക്കായിരിക്കും ഈ ഒരു അവസരമുള്ളത്. അവർക്ക് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഒക്കെ ഇതിന് അപേക്ഷിക്കാം. ഷിഫ്റ്റിലൊക്കെ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതിനൊക്കെ ഓക്കെ ആണെങ്കിൽ ഇതിൽ പങ്കെടുക്കാം. കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ ഈ റിക്രൂട്ട്മെന്റിൽ പങ്കെടുത്തവർ വീണ്ടും പങ്കെടുക്കേണ്ടതില്ല. എന്ന് മാത്രമല്ല, ഈ വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളൊരു സ്മാർട്ട് ഫോൺ ഒക്കെ ആയിട്ട് പോകണം. കാരണം ടെസ്റ്റുകളൊക്കെ ഫോണിലൂടെ ആയിരിക്കും. അപ്പം നിങ്ങൾ ഒരു +2 ഡിഗ്രിയോ ഒക്കെ കഴിഞ്ഞ ഫ്രഷേഴ്സ് ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല ഇംഗ്ലീഷ് സ്കില്ലുണ്ടെങ്കിൽ ഈ വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. ഡേറ്റ് 7-ാം തീയതി ശനിയാഴ്ച അലയൻസ് സർവീസസിന്റെ ഗംഗ ബിൽഡിംഗ് തിരുവനന്തപുരം ടെക്നോ പാർക്ക് phase 3-ലുള്ള ഇവിടെ ഇതിൽ ഈ വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. അവർക്ക് അതിന് മുമ്പായിട്ടൊന്ന് അപ്ലൈ ചെയ്യണം. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നുണ്ട്. ഇനി അടുത്ത അവസരം സിനി പോലീസിലേക്കാണ്. നാം അറിയുന്നത് പോലെ നമ്മുടെ എറണാകുളത്ത് സെൻട്രൽ സ്ക്വയർ മാൾ ഉൾപ്പെടെയുള്ള സിനി പോലീസുകൾ, അതായത് ഈ എന്താ പറയുക, മൾട്ടിപ്ലെക്സുകളിലേക്കാണ്. അവിടേക്ക് കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവായിട്ട് 30 പേരെ ഹയർ ചെയ്യുന്നുണ്ട്. മെയിൽ കാൻഡിഡേറ്റ്സിനുള്ള അവസരമായിരിക്കും. അപ്പം മിനിമം 12th എങ്കിലും വിദ്യാഭ്യാസ യോഗ്യതയുള്ള 18 വയസ്സിനും 25 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. വോക്ക് ഇൻ ഇന്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഏത് ദിവസവും 12 മണിക്കും 4 മണിക്കും ഇടയ്ക്കായിട്ട് ഈ സെൻട്രൽ സ്ക്വയർ മാളിലെ സിനി പോലീസിലേക്ക് വോക്ക് ഇൻ ചെയ്ത്, അത് ഏറ്റവും ടോപ്പിലാണ്, അവിടേക്ക് വോക്ക് ഇൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്താം. സാലറി ഏതാണ്ട് 14,800 പ്ലസ് PF, ESI മറ്റ് ഇൻസെൻറ്റീവുകളും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഷിഫ്റ്റിൽ വർക്ക് ചെയ്യണം. മോർണിംഗ് ഷിഫ്റ്റ് 8 AM to 5 PM ആണെങ്കിൽ ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് 5 PM to 2 AM രാത്രി വരെയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. നല്ല ഫോർമൽ ഡ്രസ്സിലൊക്കെ വേണം വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുവാൻ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നുണ്ട്. ഇനി അടുത്ത അവസരം സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്കാണ്. ഞാൻ സൂചിപ്പിച്ചു, സൗത്ത് ഇന്ത്യൻ ബാങ്കിലെയും ഫെഡറൽ ബാങ്കിലെയും ഓഫീസർ തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെന്റിന്റെ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞതേ ഉള്ളൂ. 2 മാർച്ച് വരെയായിരുന്നു. ഇപ്പോൾ മറ്റൊരു സൗത്ത് ഇന്ത്യൻ ബാങ്ക് റിക്രൂട്ട്മെന്റ് കൂടി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ബേസിക് ഡീറ്റെയിൽസ് ഒന്ന് സൂചിപ്പിക്കാം. IT-യുമായി ബന്ധപ്പെട്ട മേഖലകളിലാണ് ഈ ഹയറിംഗ് നടക്കുന്നത്. പ്രത്യേകിച്ച് IS ഓഡിറ്റ് ഫംഗ്ഷനിലേക്ക് എറണാകുളം ഓഫീസിലേക്കാണ് ഈ ഹയറിംഗ് നടക്കുന്നത്. എലിജിബിലിറ്റി 35 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. SC ST ആണെങ്കിൽ 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഈ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 31 ജനുവരി പ്രകാരമായിരിക്കും. ഓർക്കുക, ഡിഗ്രിക്കാർക്ക് പ്രത്യേകിച്ച് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT അല്ലെ BTech കമ്പ്യൂട്ടർ സയൻസ് IT ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻകാർക്കൊക്കെ അപ്ലൈ ചെയ്യാം. മിനിമം 50% മാർക്ക് നേടിയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അത് മാത്രവുമല്ല, 2 years എക്സ്പീരിയൻസ് ഈ മേഖലയിലുള്ളവർക്കായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക. 3 വിവിധ തസ്തികകളിലേക്കാണ് ഹയറിംഗ് നടക്കുന്നത്. ഓർക്കുക, ഇതിന് നിങ്ങൾക്ക് 9-ാം തീയതി മാർച്ച് വരെ അപ്ലൈ ചെയ്യാം. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഈ ജോബ് റോളും അതിന് വേണ്ട ക്വാളിഫിക്കേഷനും ഒക്കെ ശരിയായി വായിച്ച്
നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. ഓർക്കുക, ടെസ്റ്റ് ഉണ്ടായിരിക്കത്തില്ല, ആപ്ലിക്കേഷൻ ഫീ ഉണ്ടായിരിക്കത്തില്ല. ബാക്കി ഇൻ്റർവ്യൂവിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഫൈനൽ സെലക്ഷന് സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്ക് നടക്കുക. ഇനി നമുക്ക് 2 ടീച്ചിങ് അവസരങ്ങളൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ അവസരം BVM കോളേജാണ്, ബിഷപ്പ് വയലിൻ മെമ്മോറിയൽ ഹോളി ക്രോസ് കോളേജ്. BVM ഹോളി ക്രോസ് എന്നുള്ളത് കോട്ടയം ജില്ലയിൽ പാലക്കടുത്ത് ചേർപ്പുങ്കലുള്ള ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. ഇവർ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തിയിൽ വിവിധ വിഷയങ്ങളിൽ ഹയറിങ് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ, മാത്സ് ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്, സോഷ്യൽ വർക്ക് ഉണ്ട്, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതേപോലെ തന്നെ ക്ലിനിക്കൽ ന്യൂട്രീഷൻ, അതേപോലെ തന്നെ ഹിന്ദി, മലയാളം, സ്റ്റാറ്റിസ്റ്റിക്സ്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, സൈക്കോളജി, അതേപോലെ പൊളിറ്റിക്കൽ സയൻസ്, ആക്ച്വറിയൽ സയൻസ്, ആനിമേഷന്, സൈബർ ഫോറൻസിക്, മൾട്ടിമീഡിയ, സൗണ്ട് എഞ്ചിനീയറിംഗ്, ഇങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഈ വിഷയങ്ങളിൽ അസിസ്റ്റന്റ് പ്രൊഫസേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. UGC ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഒക്കെ നോം പ്രകാരം ക്വാളിഫിക്കേഷൻ ഉള്ളവർ, പ്രത്യേകിച്ച് നെറ്റോ PhD ഒക്കെ ഉള്ളവർ പ്രിഫറൻസ് നൽകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ടീച്ചിങ്ങിലേക്കൊക്കെ പാഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം. മാർച്ച് 31 വരെ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ഇതുകൂടാതെ സാഫ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, ഇത് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിയിലുള്ള ഒരു കോളേജാണ്. ഇവിടേക്കും അസിസ്റ്റന്റ് പ്രൊഫസേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നോൺ ടീച്ചിങ് സ്റ്റാഫിനെയും ഹയർ ചെയ്യുന്നുണ്ട്. നോൺ ടീച്ചിങ് സ്റ്റാഫ് എന്ന് പറയുമ്പം ലൈബ്രറിയൻ ഉണ്ട്, അസിസ്റ്റന്റ് ലൈബ്രറിയൻ ഉണ്ട്, ക്ലർക്ക് ഉണ്ട്, അക്കൗണ്ടന്റ് ഉണ്ട്, ലാബ് അസിസ്റ്റന്റ്മാരുണ്ട്, ഗ്രാഫിക് ഡിസൈനേഴ്സ്, വീഡിയോ എഡിറ്റേഴ്സ് ഉണ്ട്, സെക്യൂരിറ്റി സ്റ്റാഫ് ഉണ്ട്. ഇതൊന്നും കൂടാതെ അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ കൊമേഴ്സ്, മാനേജ്മെൻറ്റ് സ്റ്റഡീസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, സൈക്കോളജി, ജോഗ്രഫി, മൈക്രോബയോളജി, മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇംഗ്ലീഷ്, എക്കണോമിക്സ്, സോഷ്യൽ വർക്ക്, ജേർണലിസം, ഹിസ്റ്ററി, അറബിക്ക്, മലയാളം, ഹിന്ദി, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഈ മേഖലയിലൊക്കെ അസിസ്റ്റന്റ് പ്രൊഫസേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. 10-ാം തീയതി മാർച്ച് വരെ ആയിരിക്കും ഇതിന് അപ്ലൈ ചെയ്യുക. 2 വേക്കൻസികളുടെയും ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി നമുക്ക് സോഫ്റ്റ്വെയർ മേഖലയിലൊക്കെ താല്പര്യമുള്ള അല്ലെ റിലേറ്റഡ് ആയിട്ട് ITES, IT എനേബിൾഡ് സർവീസസ് മേഖലയിൽ താല്പര്യമുള്ളവർക്കുള്ള ചില അവസരങ്ങളൊന്ന് പരിശോധിക്കാം. സൂപ്പർ സെറ്റ്, നാം അറിയുന്ന പോലെ പല കമ്പനികളുടെ, ഇന്ന് ടോപ്പ് മൾട്ടിനാഷണൽ കമ്പനികളുടെ ഒക്കെ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് സൂപ്പർ സെറ്റ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലേക്കാണ്. അപ്പോൾ ആ പ്ലാറ്റ്ഫോം തന്നെ ഹയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് കാണാനായിട്ട് കഴിയും. ഗ്രാജുവേറ്റ് കരിയർ ഫെയർ, മൾട്ടിപ്പിൾ റോളുകളിലേക്ക് ഇവർ ഹയറിങ് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിന് വെളിയിൽ ബാംഗ്ലൂർ, ചെന്നൈ, കോയമ്പത്തൂർ, ഹൈദരാബാദ്, കൊൽക്കത്ത ലൊക്കേഷനിലേക്കാണ് ഹയറിങ് നടക്കുന്നത്. 2024-ലും 2025-ലും ഒക്കെ പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുക. ഇതിന് ഇവിടെ നിങ്ങൾ നൽകിയിരിക്കുന്നത് നോക്കുക, 8-ാം തീയതി മാർച്ച് വരെ ആയിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. അപ്പം 2,80,000 പോസ്റ്റ് കമ്പനി സാലറി ആയിട്ട് സൂചിപ്പിക്കുന്നത്. ഇതാ നോക്കുക, ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം. 24-ലും 25-ലും ഒക്കെ ഡിഗ്രി കഴിഞ്ഞവരായിരിക്കണം. ഡിഗ്രി ഉണ്ട് എന്ന് മാത്രമല്ല, ഇവർ സൂചിപ്പിക്കുന്ന മേഖലകളിൽ കഴിവുകളുള്ളവർക്കായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. ഇപ്പോൾ സോഫ്റ്റ്വെയർ സപ്പോർട്ട് എഞ്ചിനീയർ തസ്തികയിലേക്ക് ഹയറിങ് നടക്കുന്നുണ്ട്. പേര് സൂചിപ്പിക്കുന്ന പോലെ സോഫ്റ്റ്വെയർ സപ്പോർട്ടിനായിട്ട് വേണ്ടിയായിരിക്കും. ആപ്ലിക്കേഷൻ സപ്പോർട്ട് എഞ്ചിനീയർ തസ്തികയിലേക്ക് ഹയറിങ് നടക്കുന്നുണ്ട്. ടെക്നിക്കൽ സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റ് തസ്തികയിലേക്ക് നടക്കുന്നുണ്ട്. IT ഓപ്പറേഷൻസ് അസോസിയേറ്റ് ആയിട്ടും റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. ഓരോ തസ്തികയിലെയും ജോലിയുടെ ഒരു സ്വഭാവമൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. ആ സ്കില്ലുകൾ ഉണ്ടെങ്കിൽ ഏത് ഡിഗ്രി കഴിഞ്ഞവർക്കും ഇതിന് അപ്ലൈ ചെയ്യാം. അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ഇവിടെ വന്നിട്ട് അപ്ലൈ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്ത് വേണം അപേക്ഷിക്കുവാനായിട്ട്. അപ്പം സൂപ്പർ സെറ്റിലേക്ക് വിവിധ റോളുകളിലേക്ക് 24-ലും 25-ലും പാസ് ഔട്ട് ആകുന്നവരുടെ ഹയറിംഗ് ആണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സിനൊക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ ചില അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതായത് കമ്പനികളുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിലുണ്ട്. അതിൽ പോയി വായിച്ച് മനസ്സിലാക്കി അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അവർക്ക് ഈ റിക്രൂട്ട്മെൻറ്റുകളൊക്കെ സൗജന്യമാണ് എന്നുള്ള കാര്യം. അതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർ ഉപകാരപ്രദം തോന്നുന്നെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ല്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഈ ചാനലിൽ നമ്മൾ നൽകുന്നത് ഇതേപോലെയുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ്, കരിയർ അറിവുകളൊക്കെയാണ്. കൂടുതൽ തൊഴിലവസരങ്ങൾ തേടുന്നവരാണ് നമ്മുടെ വാട്സാപ്പ് ചാനൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ ജോലി തേടാം. ആ സേവനങ്ങളൊക്കെ സൗജന്യമാണ്. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പം വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.